Hi all, good morning and thanks for your introduction. കുറേ അധികം സംസാരിച്ചിനി ബോറാക്കേണ്ട ആവശ്യമില്ല അല്ലേ. സോ ലൈക്ക് ഇവിടെ ഒരു സാധനമുണ്ട്, ദ സ്റ്റോറി ബിഹൈൻഡ് ക്യൂ ലൈവ് സ്പേസ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു December 4th ലാസ്റ്റ് ഒരു 5 മാസമേ ആവുന്നുള്ളൂ ഷാദാനെയും ഷാക്കിറിനെയും ഞാൻ കാണുന്നത്. എറണാകുളത്തുള്ളൊരു പ്രോഗ്രാമിന് പോയപ്പോൾ ഫസ്റ്റ് ദിവസം ഈ രണ്ടാളും ഒരു പ്രോഗ്രാം, സാധാരണ ഫൗണ്ടേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ കാണും, സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇവരാരെയും കാണാണ്ട് തട്ടിമുട്ടാണ്ടൊക്കെ നടന്ന് സൈഡിൽ കൂടെ ഒക്കെ പോകുന്ന രണ്ടാൾക്കാരായിരുന്നു. പക്ഷേ അടുത്ത ദിവസം രാവിലെ വീണ്ടും വന്നു, ഒന്ന് കാണാവോ സംസാരിക്കാവോ എന്ന് ചോദിച്ചു. ഒരു ടേബിളിൻ്റെ അപ്പുറത്തിരുന്ന് ഞങ്ങൾ കുറച്ചധികം സംസാരിച്ചു. ഇതൊന്നൊരു 1 hour സംസാരിച്ചപ്പോൾ അവരുടെ മൈൻഡിലുള്ള ക്യൂ ലൈവ് സ്പേസ് പറഞ്ഞു തന്നു. എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്തു. ലൈക്ക് ഞാൻ അവരെ എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ഷാദാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമ്പോൾ ഷാക്കിർ അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ലൈക്ക് ഇവിടെ നൂർ ജലീൽ ലൈക്ക് എനിക്ക് തോന്നുന്നു സ്റ്റേജിൽ കയറാൻ നിൽക്കുമ്പോഴത്തേക്ക് ജലീൽ ലൈക്ക് ബെസ്റ്റ് സ്റ്റാഫ് ഇവിടെ ഹാസി ഉണ്ടായിരുന്നു. ഹാസി ശരിക്കും ക്യാമറ എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് തോന്നുന്നു, പക്ഷെ കറക്റ്റായിട്ട് പൊക്കിയെടുത്ത് ഇവിടെ എത്തിച്ചു അല്ലേ. സോ ലൈക്ക് അങ്ങനെയായിരിക്കും കോ ഫൗണ്ടേഴ്സ് വേണ്ടത്. നമ്മുടെ ലൈഫിൽ ഒരു ബെസ്റ്റ് സ്റ്റാഫിനെ പോലെ, ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ലൈക്ക് ഒരു കമ്പനിക്കകത്തുള്ള കോ ഫൗണ്ടേഴ്സ്. എനിക്ക് തോന്നുന്നത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്യുന്ന, ആ സിങ്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഷാദാനും ഷാക്കിർ. എപ്പോഴും ലൈക്ക് ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചാൽ പോലും ഷാക്കിറിന് അയച്ച മെസ്സേജ് ചിലപ്പം ഷാക്കിറിന് അപ്പം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിൽ ഷാദാൻ അപ്പോഴത്തേക്ക് അത് എനിക്ക് തന്നിട്ടുണ്ടായിരിക്കും, എനിക്ക് എൻ്റെ ഇൻഫർമേഷൻ. സോ ലൈക്ക് എവിടെയും ഡിലേ വരത്തില്ല, എല്ലാം ഓൺ ലൈക്ക് റോൾ ലൈക്ക് അത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പം ക്യൂ ലൈവ് സ്പേസ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ടീച്ചേഴ്സ് ഉള്ളപ്പോൾ പറയാം, ലൈക്ക് ഇപ്പോൾ നേരത്തെ ഡോക്ടർ സഹീർ പറഞ്ഞ പോലെ നമ്മൾ മാറ്റത്തിനനുസരിച്ച് മാറിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജോലിയൊക്കെ പോകുമെന്ന് പറയുന്ന കുറേയില്ലേ. ഇപ്പോൾ എല്ലാവരും പറയുന്നു, ഇപ്പോൾ ഞാൻ പലപ്പോഴും സ്കൂൾസൊക്കെ ആയിട്ട് പോകുമ്പോൾ പറയുന്നത്, നിൻ്റെ അമ്മയും അച്ഛനും പഠിക്കുമ്പോഴും ചോക്ക് ആൻഡ് ബോർഡായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും സെയിം സിസ്റ്റമാണ് സ്കൂളിലെന്ന് പറയുന്നു. പക്ഷേ മാറി തുടങ്ങി. ബട്ട് നമ്മുടെ സിസ്റ്റത്തിനൊക്കെ ഇത് കംപ്ലീറ്റ്ലി മാറ്റാനൊക്കെ ടൈം എടുക്കും. പക്ഷേ ക്യൂ ലൈവിനെ പോലെ അല്ലെങ്കിൽ അതേപോലത്തെ കുറേ പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ വന്നിട്ടുണ്ട്, 1-to-1 ട്യൂഷനൊക്കെ. എഗെയിൻ ക്യൂ ലൈവ് എനിക്ക് തോന്നുന്നു ഒരു പ്ലാറ്റ്ഫോം മാത്രമാണോ എന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഈ പ്രോഗ്രാം പോലും നിങ്ങളെപ്പോലെയുള്ള കുറേ ആൾക്കാർ വീട്ടിലെനിക്ക് തോന്നുന്നു മേ ബി ആഫ്റ്റർ മാരേജ് ഓർ സം റീസൺസ് ഒക്കെ ജോബിന് പുറത്ത് പോകാൻ വേണ്ടി പറ്റാത്തവർക്ക് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്ത് അല്ലേ സ്വന്തം കാലിൽ നിൽക്കാൻ സമ്മതിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അതുകൊണ്ട് അവരെ റെസ്പെക്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും അവരോട് സംസാരിക്കുമ്പോഴും പറയുന്നത്, ഇൻ ആൻഡ് അറൗണ്ട് മലപ്പുറത്തുള്ളൊരു 100 ലേഡീസിന് നിങ്ങൾ ജോബ് കൊടുക്കുക, അവരെ ട്രെയിൻ ചെയ്യുക, ആൻഡ് അവർക്ക് ഒരു സ്വന്തം ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന, സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻകം ജനറേഷൻ പാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ക്യൂ ലൈവ് അത് സക്സസ്ഫുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ക്യൂ ലൈവ് സ്പേസ് പോലുള്ള ഇന്നോവേഷൻസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. AI ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സ്റ്റാർട്ടപ്പ് ആയിരിക്കും ഒരു 1-to-1 ട്യൂഷനകത്ത് AI കൊണ്ടുവരുന്നത്. ഓക്കെ, സോ നമുക്ക് കുറച്ച് പാനൽ ഡിസ്കഷനോടെ ഉണ്ട്, അപ്പോൾ ബാക്കി സംസാരിക്കാം. നൗ ഓൾ ദ ബെസ്റ്റ് ഫോർ എൻഡർ ക്യൂ ലൈവ് ടീം ആൻഡ് ദ ഫാമിലി ഓഫ് ക്യൂ ലൈവ്. താങ്ക് യു ഓൾ.